ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നൊരു കാര്യം സാത്താൻ്റെ കാര്യമാണ്. പലരും പറയുന്നത് സാത്താനില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ശക്തിയില്ല. പലരും പറഞ്ഞാൽ അതങ്ങനെ ഉണ്ട്. അങ്ങനെ പല പല തർക്കങ്ങളാണ്. ഞാൻ അതിനകത്തൊന്നും എതിര് പറയാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ചെറുതായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സഭ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, ഈ പൈശാചിക ശക്തികളുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പൈശാചിക ശക്തികളുടെ ബന്ധനം. അത് ഒഴിവാക്കാൻ ആർക്കും അറിയത്തില്ല. എന്നിട്ട് അവർക്കറിയാവുന്ന ചെറിയ പൊടിക്കൈകൾ ഒക്കെ ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് കുറേ പൈസയും വാങ്ങി അവർ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അവർ വീണ്ടും നാശത്തിലേക്ക് തന്നെ പോകും. വീണ്ടും അവർ വേറെ എവിടെയെങ്കിലും പോകും. അവിടെ ചെല്ലുമ്പോഴും അവർ കുറേ പൈസ മേടിക്കുന്നു, അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇവർ വിട്ടുപോകുന്നു. ഇതാണ് ഇന്ന് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ 1 ചാത്തൻ സേവ, 2 കൂടോത്രം, 3 മന്ത്രവാദം, 4 കൈവശം. ഈ 4 പൈശാചിക ബന്ധനങ്ങളും ഇന്ന് മനുഷ്യരുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. ഇന്നും പല ക്രൈസ്തവ കുടുംബങ്ങളിലും ചാത്തൻ സേവയെ ആരാധിക്കുന്ന കുടുംബങ്ങളുണ്ട്. പഴയ കുടുംബങ്ങളും ഇന്ന് പല കുടുംബങ്ങളും ഇന്ന് ചാത്തൻ സേവനെ ആരാധിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ സേവിച്ചാൽ എപ്പോഴെങ്കിലും അതിൽ നിന്ന് നമ്മൾ മാറ്റം വന്നാൽ അത് എന്തെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ചെടുക്കും. അതിലൂടെ തകർച്ചകളിങ്ങനെ ഒന്നായി കുടുംബങ്ങൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കും. 2 മന്ത്രവാദം. ഈ മന്ത്രവാദത്തിലൂടെയും ഒരുപാട് കുടുംബങ്ങളും മനുഷ്യരും വ്യക്തികളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. 3 കൂടോത്രം. കൂടോത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പൈശാചിക ശക്തിയെ കയറ്റിവിട്ട് നമ്മുടെ വീടുകളിലോ കടകളിലോ ഒക്കെയും കൊണ്ടുവച്ച് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൂടോത്രം. ഇനി അതിനേക്കാൾ ഉപരി ഒന്നാണ് കൈവശം. ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളെയും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ 4മത്തെ ഒന്നാണ് കൈവശം. അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യൻ്റെ ഉള്ളിലാണ് അത് പോകുന്നത്. അത് അവൻ്റെ മരണത്തോടെ അത് തീരത്തുള്ളൂ. ശരിയല്ലേ? ഇതിൻ്റെ എല്ലാം പേരിൽ ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തട്ടിപ്പ് നടത്തുന്നതായിട്ട് എനിക്കറിയാം. ഞാനൊരു 20 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. 20-25 വർഷത്തിനായിട്ട് ഞാൻ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്ന വലിയ വാക്ക് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. എന്നെ അറിയാവുന്ന ആരെങ്കിലും ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് എന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഇത് ശരിക്ക് ഒരു പൈശാചിക ബന്ധനമാണ്. മനസ്സിലായില്ലേ? അതിനെ ഒഴിവാക്കാൻ അറിയാവുന്നതിന് മാത്രമേ അതിനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. ഇതിനെ കാണാൻ കഴിയണം. ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഇതിന് പോയി നിങ്ങളുടെ നാശം വീണ്ടും കൂട്ടരുത്. അതൊരു പ്രത്യേകപ്പെട്ട കാര്യം എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഈ പൈശാചിക ശക്തിയെ ഒഴിവാക്കുന്നതിന് ഒരിക്കലും 1 രൂപ പോലും പ്രതിഫലം വാങ്ങാൻ പാടില്ല. 1 രൂപ പോലും ഇതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. 1 രൂപ പോലും പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ സത്യമായിട്ടും ഇത് കള്ളത്തരമാണ് നിങ്ങളോട് പറയുന്നത്. അവനത് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ഒന്നും അവനറിയത്തില്ല. അവൻ ജീവിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പായിട്ട് നിങ്ങളുടെ പുറകെ വരുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാലായിൽ ഒരു വ്യക്തി തമിഴ്നാട്ടിൽ പറഞ്ഞു വിടും. കൈവശമുള്ള ആൾക്കാരെ ഉണ്ടെന്നും പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെല്ലുമ്പം അവർ കുഴൽ വായിലേക്ക് വെച്ചിട്ട് എന്താ വലിക്കും. അപ്പോൾ ഒരു കഷ്ണം മാംസപിണ്ഡം, ഈ രോമങ്ങളൊക്കെ നിറഞ്ഞു വന്ന ഒരു മാംസപിണ്ഡം, ഒരു ഉണ്ട, ഇതാണ് അതിൽ നിന്ന് പോരുന്നത്. ഇതാണ് കൈവശം എന്ന് പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനമല്ല. കൈവശം അങ്ങനെ വരുന്ന ഒരു സാധനമല്ല.
അതിൻ്റെ പേരിൽ 25,000 രൂപയാണ് തമിഴ്നാട്ടിൽ മേടിക്കുന്നത്. ആ 25,000 രൂപ തമിഴ്നാട്ടിൽ മേടിക്കുമ്പോൾ 10,000 രൂപ ഈ പറഞ്ഞ ആൾക്ക് കിട്ടും. ഇവിടുന്ന് പറഞ്ഞയക്കുന്നവർക്ക് കിട്ടും 10,000 രൂപ. അപ്പം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇതിനകത്ത് വീഴരുത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത നടക്കുന്നതെല്ലാം കള്ളത്തരങ്ങളാണ്. പല വൈദികരും, ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല, അവരെക്കാളൊന്നും വലുതാണെന്ന് ഞാൻ പറയുന്നുമില്ല, അവരോടൊന്നും എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അവരെല്ലാം ഇതിനെക്കുറിച്ച് അറിവില്ലാതെ പല കഥകളും കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിൻ്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല, ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് വ്യക്തമായ രൂപം ഉണ്ടായിരിക്കണം. യേശുവിനോട് കൂടെ അത്രയും ഇതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനും ബന്ധിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വീഴരുത്. അതൊരു വളരെ ചെറിയ ഒരു പോസ്റ്റാണ് ഇടുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇങ്ങനെ പോയി നശിക്കരുത്, നശിക്കാൻ പാടില്ല. നിങ്ങളുടെ കാശ് പോകുന്നതല്ലാതെ ഇതിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അത് ഒഴിവാക്കാൻ ആർക്കും സാധ്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക്, എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇത് ശരിയാണ് എന്നുള്ളത്. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.